ഹലോ ഡിയേഴ്സ്, ബൈസെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ട്. അതിലുള്ള പോയിന്റ് ആണ് സി. സിയിൽ നിന്ന് നിങ്ങൾക്ക് കോമ്പസും പെൻസിലും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിയിൽ കോമ്പസ് വെക്കുക, എന്നിട്ട് രണ്ട് സൈഡും സീൻ്റെ രണ്ട് സൈഡിലും ആർക്ക് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് കിട്ടും. ഈ പോയിന്റിൽ കോമ്പസ് വെക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ സിയിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. സിമിലർലി ഈ പോയിന്റിൽ കൊണ്ടുപോയി വെക്കുന്നു. ആർക്ക് എ ബിയെ കട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റിൽ വെക്കുന്നു. ജസ്റ്റ് ഒരു ആർക്ക് കൂടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. ഈ രണ്ടാർക്കും കൂട്ടിമുട്ടുന്ന പോയിന്റ്. ആ പോയിന്റുമായിട്ട് ജസ്റ്റ് സീനെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, സീനെ ആ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റും. ഈ പോയിന്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സിയിൽ കോമ്പസ് വെച്ചു, രണ്ട് സൈഡിലേക്കും ആർക്ക് വരച്ചു. ആ ആർക്ക് എ ബിനെ കട്ട് ചെയ്യുന്ന പോയിന്റിന് പി എന്നും ക്യൂ എന്നും പേര് കൊടുത്തു. പിയിലും ക്യൂവിലും വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് ആർക്ക് വരച്ച സമയത്ത് അതൊരു പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ആ കൂട്ടിമുട്ടിയ പോയിന്റുമായിട്ട് സീനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റും. ഇതുപോലെ ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ലൈനിന്റെ പുറത്തായിട്ട് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. പിയിൽ നിന്ന് എ ബിയിലേക്ക് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പിയിൽ കോമ്പസ് വെക്കുക. ശേഷം ഈ എ ബി എന്ന് പറയുന്ന ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ച് കൂടുതൽ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആർക്ക് വരയ്ക്കുക. അപ്പോൾ ആ ആർക്ക് എ ബിനെ കട്ട് ചെയ്യും. അങ്ങനെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ പോയിന്റും ഇതേപോലെ കണ്ടുപിടിക്കുക. ഈ പോയിന്റുകൾക്ക് നിങ്ങൾ സി എന്നും ഡി എന്നും ചുമ്മാ പേര് കൊടുക്കുക. ഓക്കെ, സി എന്നും ഡി എന്നും പേര് കൊടുക്കുക. ഇനി ചെയ്യേണ്ട പരിപാടി, സിയിൽ കോമ്പസ് വെക്കുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, സിയിൽ കോമ്പസ് വെക്കുന്നു. സി ഡിൻ്റെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു. സി ഡിൻ്റെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുത്തിട്ട് താഴത്തെ ഭാഗത്തേക്ക് ഞാനൊരു ആർക്ക് വരച്ചു. ഓക്കെ, ഇതേപോലെ ഡിയിൽ കോമ്പസ് വെക്കുന്നു. കോമ്പസിലുള്ള അകലം മാറ്റാതെ തന്നെ താഴോട്ട് വീണ്ടും ആർക്ക് വരയ്ക്കുന്നു. ഇങ്ങനെ ആർക്കുകൾ രണ്ടെണ്ണം വരയ്ക്കുമ്പോൾ ആർക്കുകൾ കൂട്ടിമുട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കൂട്ടിമുട്ടിയ പോയിന്റുമായിട്ട് പീനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അടുത്ത പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഈ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് 4.25 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ്. 4.25 വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത്. 4.25ൻ്റെ ഇരട്ടി എന്ന് പറയുന്ന സമയത്ത് അത് 8.5 8.5 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ ആദ്യം മക്കൾ വരയ്ക്കണം. ഇത് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കേണ്ടത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരറ്റത്ത് കോമ്പസ് വെക്കുക. ഓക്കെ, ഒരറ്റത്ത് കോമ്പസ് വെച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുക. മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെയും ഒരു ആർക്ക് വരയ്ക്കുക. സിമിലർലി കോമ്പസ് എടുത്ത് മറ്റേ അറ്റത്ത് കൊണ്ടുപോയി വെക്കുക. ശ്രദ്ധിച്ചോ, കോമ്പസ് മറ്റേ അറ്റത്ത് വെക്കുന്നു. മുകളിലേക്ക് ആർക്ക്, താഴേക്ക് ആർക്ക്. ഇങ്ങനെ രണ്ട് ആർക്കുകൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ആർക്കുകൾ കൂട്ടിമുട്ടും. ഈ കൂട്ടിമുട്ടിയ ആർക്കുകൾ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ സാധിക്കും. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ ലൈൻ ഒന്ന് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്യുക. ശേഷം ഈ ലൈനിൻ്റെ പകുതി, ഇതിന് വേണമെങ്കിൽ നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. എ ബി എന്ന് പറയുന്ന ലൈനിനെ കറക്റ്റായിട്ട് ഭാഗിക്കുന്ന പോയിന്റ് ആണ് സി എന്ന് വിചാരിക്കുക. സോ എ ബി 8.5 ആണെങ്കിൽ ബി സി അഥവാ സി ബി എന്ന് പറയുന്നത് 4.25 ആണ്. ആ 4.25 എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ സൈഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ബി സി എന്ന് പറയുന്നതിൽ ബിയിൽ നിന്ന് ഒരു ലംബം കൂടെ വരയ്ക്കുക. ഓക്കെ, ബിയിൽ നിന്ന് ഒരു ലംബം കൂടെ അടിപൊളിയായിട്ട് നിങ്ങൾ വരച്ചു വെക്കുക. അത് വരച്ച ശേഷം ബി സി എന്ന് പറയുന്ന നീളമാണ് ഇനി നിങ്ങൾ കോമ്പസിൽ എടുക്കേണ്ടത്. ബി സി എന്ന് പറയുന്ന നീളം കോമ്പസിൽ എടുത്തിട്ട്
ഒരാർക്ക് മുകളിലേക്ക് വരയ്ക്കുക. സിയിൽ കോമ്പസ് വെക്കുന്നു, ബി സി എന്ന് പറയുന്ന നീളം കോമ്പസിൽ എടുത്തിട്ട് മുകളിലേക്ക് ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ ബിയിൽ കോമ്പസ് വെക്കുന്നു, ശ്രദ്ധിച്ചോ, മുകളിലേക്ക് ഒരാർക്ക് കൂടെ വരയ്ക്കുന്നു. അങ്ങനെ ആർക്ക് വരയ്ക്കുന്ന സമയത്ത് 2 പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. ആ പോയിന്റിന് ഞാൻ ഡി എന്നും ഇ എന്നും പേര് കൊടുക്കുന്നു. ശേഷം ഈ 2 ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സ്ക്വയർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് 5.25 3.25 5.25 വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 5.25ന്റെ ഇരട്ടി എടുക്കുക. 5.25ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാടാ? 10.5 സെന്റിമീറ്റർ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. 10.5 10.5 എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ട് പിന്നെയുള്ള 5ാമത്തെ വര, ശരിയല്ലേ? യെസ്. അത് മുതൽ 1 0 യെസ്. നമ്മളിതാ 10.5 വരച്ചു. ആദ്യം 10.5 സെന്റിമീറ്റർ വരയ്ക്കുക. അതിന് ലംബമായിട്ട്, മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അതിന് ലംബമായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് 3.25 മറ്റേ സൈഡ്. 3.25ന്റെ ഇരട്ടിയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതിന് ലംബമായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് 3.25 ഈ അറ്റത്തിൽ നിന്ന് 3.25ന്റെ ഇരട്ടി വരയ്ക്കണം. ശ്രദ്ധിക്കുക, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലംബം വരയ്ക്കാവുന്നതാണ്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. യെസ്. 3 6 1/2 യെസ് 6.5 ഓക്കെ ആണല്ലോ. 6.5 സെന്റിമീറ്റർ വരയ്ക്കാം. കുത്തനെ കറക്റ്റായിട്ട് നമുക്ക് 10.5യും 6.5യും വരയ്ക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 10.5ന്റെ ലംബ സമഭാജി വരയ്ക്കണം. 10.5ന്റെ ലംബ സമഭാജി വരയ്ക്കണമെങ്കിൽ ഇതാ ഈ ലൈനിന്റെ അറ്റത്ത് കൊണ്ടുപോയി കോമ്പസ് വെക്കുക. കോമ്പസ് വെച്ച ശേഷം പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുക. ഒരാൾക്ക് മുകളിലോട്ട്, ഒരാൾക്ക് താഴോട്ട്. ഇതേപോലെ മറ്റേ അറ്റത്ത് വെക്കുന്നു. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, മുകളിലേക്ക് ആർക്ക്, താഴേക്ക് ആർക്ക്. ഇങ്ങനെ 2 ആർക്കുകൾ വരയ്ക്കുന്നു. അത് കൂട്ടിമുട്ടുന്ന പോയിന്റുകളെ നിങ്ങൾ യോജിപ്പിക്കുന്നത് വഴി ആദ്യത്തെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ലംബ സമഭാജി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമുക്ക് 6.5ന്റെയും ലംബ സമഭാജി വരയ്ക്കണം. അതിനായിട്ട് ഈ ലൈനിന്റെ അറ്റത്ത് ഞാൻ കൊണ്ട് കോമ്പസ് വെക്കുന്നു. പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു. ഒരാർക്ക് വരയ്ക്കുന്നു മുകളിൽ, ഒരാർക്ക് താഴെ. സിമിലർലി മറ്റേ അറ്റത്ത് കോമ്പസ് വെക്കുന്നു. ഒരാർക്ക് മുകളിൽ, ഒരാർക്ക് താഴെ. ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ നിങ്ങൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, നമ്മളുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നിങ്ങളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ആദ്യം 10.5 വരയ്ക്കുക. 10.5ന്റെ പകുതി എന്ന് പറയുന്നത് ഈ നീളം 5.25 അതേപോലെ നിങ്ങൾ രണ്ടാമത് വരയ്ക്കുന്നത് 6.5 ആണ്. 6.5ന്റെ പകുതി എന്ന് പറയുന്നത് 3.25. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അഥവാ സമഭുജ ത്രികോണാണ്. അതിന്റെ വശത്തിന്റെ നീളം 2.25 സെന്റിമീറ്റർ ആയിരിക്കണം. 2.25ന്റെ ഇരട്ടി, 2.25 ക്വസ്റ്റ്യനിലുള്ള 2.75 0.75 എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക മുക്കാലാണ്. അപ്പോൾ 2.25ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 5.5 സോ ഫസ്റ്റ് മക്കൾ ചെയ്യേണ്ട പരിപാടി 5.5 സെന്റിമീറ്റർ വരയ്ക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് വരയ്ക്കാം. 5ന്റെ 6ന്റെ കറക്റ്റ് നടുവിലുള്ള പോയിന്റിൽ നിന്ന് തുടങ്ങുക, 0 വരെ വരയ്ക്കാം. ഓക്കെ, യെസ് 5.5 സിമ്പിളായിട്ട് 5.5 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. എന്നിട്ട് ഇതിൻ്റെ ലംബ സമഭാജി നമുക്ക് വരയ്ക്കണം. ഈ ലംബ സമഭാജി വരയ്ക്കണമെങ്കിൽ രണ്ടറ്റത്തും കോമ്പസ് വെക്കുക. പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുക. മുകളിൽ ഒരാർക്ക്, താഴെ ഒരാർക്ക്. മറ്റേ അറ്റത്ത് കോമ്പസ് വെക്കുന്നു. മുകളിൽ ഒരാർക്ക്, താഴെ ഒരാർക്ക്. ഈ 2 ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റുകൾ ഉണ്ടല്ലോ, കൂട്ടിമുട്ടിയ പോയിന്റുകൾ തമ്മിലാണ് മക്കളെ നിങ്ങൾ യോജിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. അങ്ങനെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വരച്ച ലൈൻ ഉണ്ട് 5.5 സെന്റിമീറ്ററുള്ള, അതിൻ്റെ പകുതി, ആ പകുതിയാണ് നമ്മളുടെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. ഓക്കെ, ആ പോയിന്റ് എ ബിനെ പകുതിയാക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ
എ ബിനെ തൊടുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ കോമ്പസ് വെക്കുക. എന്നിട്ട് ബിയിൽ പെൻസിലും വെക്കുക. അപ്പോൾ നമുക്ക് ആ 2.25 എന്ന് പറയുന്ന നീളം കോമ്പസിനകത്ത് കിട്ടും. ഇനി മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി കോമ്പസ് എടുത്ത് ബിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. വീണ്ടും ഒരു ആർക്ക് കൂടെ വരയ്ക്കുന്നു. ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് നമ്മൾ വരയ്ക്കേണ്ട ട്രയാങ്കിളിന്റെ 3ാമത്തെ മൂല. ഈ പോയിന്റിന് സി എന്ന് പേര് കൊടുത്തു. ഈ പോയിന്റിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി ബിയും ഡിയും സിയുമായിട്ട് ജോയിൻ ചെയ്യുക. കഴിഞ്ഞു. നമ്മൾ വരയ്ക്കേണ്ട ട്രയാങ്കിൾ ഇതാ ഇപ്പോൾ നമുക്ക് കിട്ടും. സെറ്റാണ്. സിയും ഡിയും ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സെറ്റല്ലേ? അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് റോംബസ് ആണ്. അതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് ഒന്ന് 6.5 സെൻറ്റിമീറ്ററും ഒന്ന് 4 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാൽ മക്കൾ ആദ്യം ചെയ്യേണ്ടത് 6.5 സെൻറ്റിമീറ്ററാണ് ഒരു ഡയഗണൽ. ആ 6.5 സെൻറ്റിമീറ്റർ അങ്ങോട്ട് വരയ്ക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ, 6.5. യെസ്, ഇതാണ് 6.5. ഈ 6.5 വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലംബ സമഭാജി വരയ്ക്കുക. അതിന് ഒരറ്റത്ത് കോമ്പസ് വെക്കുന്നു, പകുതി കൂടുതൽ നീളം എടുക്കുന്നു, മുകളിൽ ഒരു ആർക്ക്, താഴെ ഒരു ആർക്ക്. സിമിലർലി മറ്റേ അറ്റത്ത് കോമ്പസ് വെക്കുന്നു, മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടും. ജോയിൻ ചെയ്യാം. വളരെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഒരു ഡയഗണൽ എ ബി. മറ്റേ ഡയഗണലിൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ 2 ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ്, ആ പോയിന്റ് നിന്ന് മുകളിലേക്ക് 2 സെൻറ്റിമീറ്റർ ഉള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴേക്ക് 2 സെൻറ്റിമീറ്റർ ഉള്ള പോയിന്റ്. അതായത് ഡയഗണൽസ് പരസ്പരം സമഭാഗം ചെയ്യുന്നു അഥവാ ബൈസെക്ട് ചെയ്യുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഡയഗണലിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ മുകളിലേക്കുള്ളതും എടുക്കുക, 2 സെൻറ്റിമീറ്റർ താഴേക്കും. ഓക്കെ, ഈ പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നമ്മളുടെ ഡയഗണൽ കിട്ടി, സി ഡി. ഓക്കെ, ഇനി ഈ പോയിന്റുകൾ എയും ബിയും സിയും ഡിയും ജോയിൻ ചെയ്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എ ഡി, സിമിലർലി ബി ഡി, എ സി, ബി സി. ഇത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഇത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ റോംബസ് നിങ്ങൾക്ക് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ട റോംബസിൻ്റെ ഡയഗണൽസ് 4.5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 4.5 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുക. 4.5 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഫസ്റ്റ് ടാസ്ക്. 4.5 സെൻറ്റിമീറ്റർ. എന്നിട്ട് രണ്ടറ്റത്തും മക്കളെ കോമ്പസ് വെക്കുക. പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിലെടുത്തിട്ട് മുകളിൽ ഒരാർക്ക്, താഴെ ഒരാർക്ക്. സിമിലർലി മറ്റേ അറ്റത്ത് കോമ്പസ് വെക്കുന്നു, മുകളിൽ ഒരാർക്ക്, താഴെ ഒരാർക്ക്. ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റുകളെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ നെക്സ്റ്റ് ടാസ്ക്. ശ്രദ്ധിച്ചോ, ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾക്ക് വരയ്ക്കേണ്ട ആദ്യത്തെ ഡയഗണൽ എ ബി. എ ബിൻ്റെ നീളം 4.5 എ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലാർ ബൈസെക്ടറിൽ മുകളിലേക്ക് 3 സെൻറ്റിമീറ്ററുള്ള പോയിന്റ് നിങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, അതുപോലെ താഴേക്ക് 3 സെൻറ്റിമീറ്ററുള്ള പോയിന്റും അടയാളപ്പെടുത്തുക. ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും 3 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടും 3 സെൻറ്റിമീറ്റർ. ശേഷം ആ പോയിന്റുകളെ എ ബിയുമായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, മുകളിലേക്ക് ജോയിൻ ചെയ്യുക. ഇതേപോലെ എ ബിനെ താഴെയുള്ള പോയിന്റുമായിട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് ആ ഒരു റോംബസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ട റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ നീളം എന്ന് പറയുന്നത് 6.5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററുമാണ്. ഈ 6.5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററും വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 6.5 സെൻറ്റിമീറ്ററിലെ ലൈൻ വരയ്ക്കുക. സിമ്പിളായിട്ട് വരയ്ക്കാം. അതിനുശേഷം അതിൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതിന് രണ്ടറ്റത്തും കോമ്പസ് വെക്കുക. ഓക്കെ, പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിലെടുക്കുന്നു,
മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. സിമിലർലി മറ്റേ അറ്റത്ത് വെക്കുക, മുകളിൽ ആർക്ക് വരയ്ക്കുന്നു, താഴെ ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡയഗണലിൻ്റെ ലെങ്ത് 4.5 സെൻറ്റിമീറ്റർ ആണ്. അതിന് നമ്മൾ ആദ്യം അതിൻ്റെ പകുതി കണ്ടുപിടിക്കണം. അതിന് 4.5 സെൻറ്റിമീറ്റർ ലൈന് സെപ്പറേറ്റ് വരയ്ക്കുക. 4.5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു, അതിൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. 4.5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു, പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പകുതിയിൽ കൂടുതൽ നീളം ഞാൻ കോമ്പസിൽ എടുക്കുന്നു. നോക്കിക്കോ, മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. സിമിലർലി 4.5 സെൻറ്റിമീറ്ററിൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുന്നു. മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇത് വരയ്ക്കുന്നത് കൂടി 4.5 കറക്റ്റ് പകുതിയാകും. 4.5ൻ്റെ കറക്റ്റ് പകുതി വരുന്ന ആ പോയിന്റിൽ ആ നീളം നമുക്ക് എന്ത് കിട്ടും? 4.5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2.25. 2.25 എന്ന് പറയുന്ന നീളം കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ ആ നീളം എടുത്ത ശേഷം നമ്മൾ തിരിച്ച് 6.5 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലേക്ക് വരിക. അത് ആ ലൈനിനെ മുറിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, കറക്റ്റ് മിഡ് പോയിന്റ്, അവിടെ കോമ്പസ് വെച്ചിട്ട് മുകളിലേക്ക് ഈ 2.25, താഴേക്കും 2.25 വെച്ച് ആർക്ക് വരയ്ക്കുക. ശേഷം നമുക്ക് വേണ്ട പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞു. എ, ബി, സി, ഡി. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റോംബസ് കംപ്ലീറ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എയും സിയും ജോയിൻ ചെയ്യുക. അതേപോലെ ബിയും സിയും മക്കളെ ജോയിൻ ചെയ്യുക. ഇനി ബിയും ഡിയും ജോയിൻ ചെയ്യണം. അതേപോലെ എയും ഡിയും നിങ്ങൾ ജോയിൻ ചെയ്യുക. അതോടുകൂടി റോംബസ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് 37.5 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കുക എന്നുള്ളതാണ്. 37.5 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി വരയ്ക്കുക. 37.5ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 65 ഡിഗ്രിയാണ്. ആദ്യം നമ്മൾ സ്കെയിൽ എടുക്കുക, ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. സിമ്പിളായിട്ട് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ശേഷം അതിലേക്ക് നമ്മൾ ഈ കാണുന്ന പ്രൊട്ടാക്ടർ എന്ന് പറയുന്ന സാധനം എടുക്കുക, ആ അറ്റത്ത് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ശേഷം കൃത്യമായിട്ട് നോക്കിക്കേ, 65 ഡിഗ്രിയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇങ്ങോട്ടാണല്ലോ ലൈൻ ഉള്ളത്, അപ്പോൾ ഇവിടെ നിന്ന് എണ്ണി തുടങ്ങാം. 65, ഇവിടെയാണ് 65 വരുന്നത്. ആ 65 വരുന്ന പോയിന്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ശേഷം 65 ഡിഗ്രിയുള്ള ആംഗിൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ട് ആ പറയുന്ന ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ടാസ്ക്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. മക്കളെ നോക്കിക്കോ, ഈ 2 ലൈനും കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ കോമ്പസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ആർക്ക് വരച്ചു. ഈ പോയിന്റുകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കാം. പിയിൽ കോമ്പസ് വെക്കുന്നു, അതുപോലെ തന്നെ ക്യൂവിൽ കോമ്പസ് വെക്കുന്നു. പി ക്യൂ എന്ന് പറയുന്ന നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുക. പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു. ഒരാർക്ക് ക്യൂവിൽ വെച്ചിട്ട് വരയ്ക്കുക, ഒരാർക്ക് പിയിൽ വെച്ചിട്ട് വരയ്ക്കുക. ഒരാർക്ക് ക്യൂവിൽ വെച്ചിട്ട് വരയ്ക്കണം, ഒരാർക്ക് നിങ്ങളിതാ പിയിൽ വെച്ചിട്ട് വരയ്ക്കണം. യെസ്, പിയിൽ വെച്ചു, വരച്ചു. ഇത് വരയ്ക്കുന്നതോടുകൂടി ആ 2 ആർക്കും കൂട്ടിമുട്ടി. ഈ കൂട്ടിമുട്ടിയ പോയിന്റുമായിട്ട് നമ്മളുടെ ഈ ആംഗിളിന് നിങ്ങളിപ്പോൾ പേര് കൊടുത്തത് ABC എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിനെ ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ ഡി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ആംഗിൾ ബൈസെക്ടർ കംപ്ലീറ്റ് ആകും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതോടുകൂടി 65ൻ്റെ കറക്റ്റ് പകുതിയായിട്ടുള്ള ആംഗിൾ ബൈസെക്ടർ നമ്മൾ വരച്ചു. അങ്ങനെ 37.5 ഡിഗ്രി നമുക്ക് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് 62.5 ഡിഗ്രിയാണ്. 62.5 വരയ്ക്കാൻ പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 125 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. ശ്രദ്ധിച്ചോ, ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കുന്നു. ശേഷം പ്രൊട്ടാക്ടർ എടുക്കുക, ആ ലൈനിൻ്റെ എൻഡിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, എന്നിട്ട് 125 ഡിഗ്രിയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ ആ പോയിന്റ് ഞാനിത് അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട്
ആ പോയിന്റുമായിട്ട് നിങ്ങളിതാ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആംഗിൾ നിങ്ങൾക്ക് പ്രൊട്ടക്ടർ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് 125 ഡിഗ്രി വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് വരയ്ക്കുക എന്നുള്ളതല്ല നമ്മളുടെ ടാസ്ക്. നമുക്ക് വരയ്ക്കേണ്ടത് ആംഗിൾ ബൈസെക്ടർ ആണ്. അങ്ങനെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുമ്പോഴാണ് കറക്റ്റ് പകുതിയായിട്ടുള്ള 62.5 നമുക്ക് കിട്ടുക. അതിന് നമ്മൾ ഈ ആംഗിൾ ഫോം ചെയ്തിട്ടുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ, 2 ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ്, അവിടെ കോമ്പസ് വെക്കുക. പകുതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളം എടുത്തിട്ട് ഒരു ആർക്ക് അങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങനെ ആർക്ക് വരയ്ക്കുന്ന സമയത്ത് 2 പോയിന്റുകൾ കിട്ടും. ആ പോയിന്റുകൾക്ക് നിങ്ങൾ പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കുക. പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കുക. ഇനി പി ക്യൂ എന്ന് പറയുന്ന നീളത്തിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുക്കുക. പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുത്തിട്ട് ഒരാർക്ക് മുകളിലേക്ക് വരയ്ക്കുക. അതേപോലെ ക്യൂവിൽ കോമ്പസ് വെക്കുന്നു, ആർക്കിലുള്ള നീളം മാറ്റാതെ, അതായത് കോമ്പസിലെ നീളം മാറ്റാതെ ഒരാർക്ക് കൂടെ വരയ്ക്കുക. അങ്ങനെ 2 ആർക്കുകൾ വരയ്ക്കുമ്പോൾ അത് കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റുമായിട്ട് നമ്മളുടെ ഈ പോയിന്റിനെ ജോയിൻ ചെയ്യുക. ഇതോടുകൂടി ആംഗിൾ ബൈസെക്ടർ കംപ്ലീറ്റ് ആയി. ഈ കാണുന്ന ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് 62.5 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി കോമ്പസും സ്കെയിലും ഉപയോഗിച്ച് എങ്ങനെ 45 ഡിഗ്രി വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ആദ്യം മക്കൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഒരു ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കുക. ഈ ലൈൻ വരച്ചതിന് ശേഷം ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. നിങ്ങൾ ഇതിനോടകം തന്നെ അത് പഠിച്ചു കഴിഞ്ഞതാണ്. പകുതി കൂടുതൽ നീളം എടുക്കുന്നു, മുകളിൽ ആർക്ക് താഴെ ആർക്ക്. വീണ്ടും മറ്റേ അറ്റത്ത് കോമ്പസ് കൊണ്ടുപോയി വെക്കുന്നു, മുകളിൽ ആർക്ക് താഴെ ആർക്ക്. ഓക്കെ, ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്ത് വരയ്ക്കാം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കംപ്ലീറ്റ് ആക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി. അതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 90 ഡിഗ്രീൻ്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. അതിന് നമ്മളിതാ ഒരാർക്ക് ഇങ്ങനെ കൂടി വരയ്ക്കാം. ഓക്കെ, ഈ ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് ടച്ച് ചെയ്യുന്ന പോയിന്റിന് പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കുന്നു. പി എന്നും ക്യൂ എന്നും പേര് കൊടുത്ത ശേഷം പി ക്യൂ എന്ന് പറയുന്ന നീളത്തിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുക്കുന്നു, ഒരാർക്ക് വരയ്ക്കുക. പിയിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുന്നു, അതേപോലെ ക്യൂവിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുമായിട്ട് മക്കളെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ശ്രദ്ധിച്ചോ, 90 ഡിഗ്രീൻ്റെ കറക്റ്റ് പകുതിയായിട്ടുള്ള ലൈൻ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാം. ഈ കാണുന്ന ആംഗിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം 45 ഡിഗ്രി. ഓക്കെ, നിങ്ങളോട് ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് 135 ഡിഗ്രി വരയ്ക്കാൻ. സെയിം ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. കാരണം ഈ ആംഗിൾ 45 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് 135 ഡിഗ്രി ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അടുത്തതായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് 75 ഡിഗ്രി വരയ്ക്കാനാണ്. 75 ഡിഗ്രി വരയ്ക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുക. വരച്ച ശേഷം അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ലംബ സമഭാജി വരയ്ക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. എല്ലാവരും ശ്രദ്ധിച്ചോ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് അത് നമുക്ക് വരയ്ക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കേണ്ടത് 75 ഡിഗ്രി ആണ്. 75 ഡിഗ്രി വരയ്ക്കാൻ നമ്മൾ ഇവിടെ ഒരു 60 ഡിഗ്രി സെറ്റ് ആക്കേണ്ടതുണ്ട്. ഓക്കെക്കോ, ഐഡിയ പറഞ്ഞു തരാം. ഈ നീളം, ഈ പകുതിൻ്റെ നീളം ഉണ്ടല്ലോ, പകുതിൻ്റെ നീളം കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് മുകളിലേക്ക് വരയ്ക്കുന്നു. ഈ പോയിന്റിൽ വെച്ചിട്ടും ഒരാർക്ക് മുകളിലേക്ക് വരയ്ക്കുന്നു. ശ്രദ്ധിച്ചേ, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഞാൻ പേര് കൊടുക്കുകയാണ്. എ ബി സി. ബി സി എന്ന് പറയുന്ന നീളം കോമ്പസിൽ എടുത്തിട്ട് സിയിൽ വെച്ചിട്ടും ഞാൻ മുകളിലേക്ക് ആർക്ക് വരച്ചു, ബിയിൽ വെച്ചിട്ടും മുകളിലേക്ക് ആർക്ക് വരച്ചു. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ, ഇപ്പോൾ ആംഗിൾ ഡി സി ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഡി സി ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. 90ന്ന് 60 കുറച്ചാൽ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. നോ ഡൗട്ട് അല്ലേ? 30 ഡിഗ്രി. ഈ 30 ഡിഗ്രിയുള്ള ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അതിന് ഞാൻ സി എന്ന് പറയുന്ന പോയിന്റിൽ വീണ്ടും കോമ്പസ് വെച്ചു. മക്കൾ നോക്കിക്കേ, ഒരാർക്ക് അങ്ങോട്ട് വരച്ചു.
ഓക്കെ, ആർക്ക് വരച്ചു. എന്നിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഈ പോയിന്റുകൾക്ക് ഞാൻ എക്സ് എന്നും വൈ എന്നും പേര് കൊടുത്തു. എക്സ്, ഈ പോയിന്റ് വൈ. എക്സ് വൈ എന്ന് പറയുന്ന നീളത്തിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുത്തിട്ട് നോക്കിക്കോ, മുകളിലേക്ക് ഇതാ ഒരു ആർക്ക്, എക്സിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുന്നു, സിമിലർലി വൈയിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുന്നു. ഇങ്ങനെ ആർക്ക് വരയ്ക്കുമ്പോൾ അത് കൂട്ടിമുട്ടും. ഈ കൂട്ടിമുട്ടിയ പോയിന്റുമായിട്ട് സീനെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, സി എന്ന് പറയുന്ന പോയിന്റിനെ ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 30 ഡിഗ്രീനെ കറക്റ്റ് ആയിട്ട് അത് പകുതിയാക്കും. 30 ഡിഗ്രീനെ കറക്റ്റ് പകുതിയാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ 15 ഡിഗ്രി ആണ്. ശരിയല്ലേ? 15 ഡിഗ്രി സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 60ഉം 15ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന മുഴുവൻ ആംഗിൾ 60ഉം 15ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പോയിന്റിന് ഞാൻ എഫ് എന്ന് പേര് കൊടുത്താൽ ആംഗിൾ ബി സി എഫ് ഇസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് 15 ഡിഗ്രി വരയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതാണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക, സമഭുജ ത്രികോണം വരയ്ക്കുക. ഇതുപോലെ ഇത് ജോയിൻ ചെയ്താൽ ശരിക്കും സമഭുജ ത്രികോണം കിട്ടും. അതിൽ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രീൻ്റെ കറക്റ്റ് ലംബ സമഭാജി നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ മക്കളെ ആലോചിച്ച് നോക്കുക, 60നെ കറക്റ്റ് പകുതിയാക്കിയാൽ 30 കിട്ടും, 30നെ വീണ്ടും പകുതിയാക്കിയാൽ 15 കിട്ടും. ആ രീതിയിലും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ട്രയാങ്കിൾ ആണ്, ഒരു ത്രികോണമാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ഒരു വശം 6 സെൻറ്റിമീറ്ററും അതിൻ്റെ അറ്റത്തുള്ള 2 കോണുകൾ 22.5 ഡിഗ്രിയും 67.5 ഡിഗ്രിയുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 6 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ടാസ്ക്. എല്ലാവരും ശ്രദ്ധിച്ചോ, 6 സെൻറ്റിമീറ്റർ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് അവിടെ വരുന്ന ആംഗിൾ 22.5 ഡിഗ്രിയും 67 ഡിഗ്രിയുമാണ്. 22.5 വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 22.5 വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 45 നിങ്ങൾ വരയ്ക്കണം. 22.5 വരയ്ക്കാൻ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 45 ഡിഗ്രിയിൽ മക്കളെ ആംഗിൾ വരയ്ക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോ, 40, 45, 45 ഡിഗ്രി വരുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ആംഗിൾ വരയ്ക്കാവുന്നതാണ്. ഇതുപോലെ മറ്റേ ആംഗിൾ 67.5 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 45 ഡിഗ്രി വരച്ചു. കാരണം എന്താ, നമുക്ക് വരയ്ക്കേണ്ടത് 22.5 അതേപോലെ 67ന്റെ ഡബിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് 135 ഡിഗ്രിയുള്ള ആംഗിൾ വരയ്ക്കുക. നെക്സ്റ്റ് ടാസ്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 130, 135 കണ്ടോ, 135 ഡിഗ്രി വരയ്ക്കുക. സിമ്പിളായിട്ട് മക്കളെ വരയ്ക്കാൻ പറ്റും. 135 വരച്ച ശേഷം അതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ടാസ്ക്. അതിന് നമ്മൾ ഒരാർക്ക് വരയ്ക്കുക. ശരിയല്ലേ? ഈ വരയ്ക്കുന്ന ആർക്ക് ടച്ച് ചെയ്യുന്ന പോയിന്റുകൾക്ക് എക്സ് എന്നും വൈ എന്നും നമുക്ക് പേര് കൊടുക്കാം. എക്സ് വൈ എന്ന് പറയുന്ന നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുത്തിട്ട് എക്സിൽ കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക് മുകളിലേക്ക്, വൈയിൽ കോമ്പസ് വെച്ചിട്ടും ഒരാർക്ക് മുകളിലേക്ക് വരയ്ക്കുക. അപ്പം നമുക്ക് ആ ആർക്കുകൾ കൂട്ടിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഈ കൂട്ടിമുട്ടിയ പോയിന്റുകളുമായിട്ട് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. അതായത് 67.5 ഈ കാണുന്ന ആംഗിൾ 67.5 വരച്ചു. ഇതേപോലെ 22.5 വരയ്ക്കാനായിട്ട് 45 ഡിഗ്രി വരുന്ന ആ ആംഗിളിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഒരാർക്ക് നമ്മൾ വരയ്ക്കുന്നു. പോയിന്റുകൾക്ക് നമ്മൾ പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കുക. ശേഷം പി ക്യൂ എന്ന് പറയുന്ന നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുത്ത ശേഷം ഒരാർക്ക് വരയ്ക്കുക. പിയിൽ വെച്ചിട്ട് ഞാൻ ആർക്ക് വരയ്ക്കുന്നു. സിമിലർലി ക്യൂവിൽ വെച്ചിട്ടും ആർക്ക് വരയ്ക്കുക. അപ്പോൾ ആ ആർക്കുകൾ കൂട്ടിമുട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശേഷം മക്കൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുമായിട്ട്, ഇപ്പോൾ എ ബി നമ്മൾ ആദ്യം വരച്ച ലൈൻ, അതിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണ്. എ എന്ന് പറയുന്ന പോയിന്റിനെ ഈ ആർക്ക് കൂട്ടിമുട്ടിയ പോയിന്റുമായിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റിലൂടെ എയിൽ നിന്ന് ലൈൻ വരച്ചു കഴിഞ്ഞാൽ 45ൻ്റെ കറക്റ്റ് പകുതി 22.5 ഡിഗ്രി. അതേപോലെ ബിയിൽ നിന്ന് നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരച്ചിട്ടുണ്ടായിരുന്നു.
ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മളുടെ സി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ട്രയാങ്കിൾ എ ബി സി കംപ്ലീറ്റ് ചെയ്യാം.